നമസ്കാരം. ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാൻ തകർക്കപ്പെടുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുദ്ധത്തിന് ഇറാഖിലെ കുർദികളുടെ പിന്തുണ തേടിയാണ് US എത്തിയിരിക്കുന്നത്. വടക്കൻ ഇറാഖ് ആസ്ഥാനമായിരിക്കുന്ന ഇറാനിയൻ വിമതരായ കുർദിക് സംഘങ്ങളെ യുദ്ധത്തിനിറക്കാനാണ് USന്റെ ശ്രമം. ഞായറാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാഖിലെ 3 കുർദിഷ് ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാനിലെ കുർദിഷ് സംഘങ്ങളെ സൈനികരുമായി സഹായിക്കാൻ ഇറാഖിലെ കുർദികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇറാൻ ഭരണകൂടത്തോടുള്ള എതിർപ്പ് കുർദിഷ് സംഘങ്ങളിൽ ആയുധ പരിശീലനം സിദ്ധിച്ച ആയിരക്കണക്കിനു പേരുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അവർ കരയുദ്ധത്തിനിറങ്ങിയാൽ ഇറാൻ ഭരണകൂടത്തിന് അത് വലിയ വെല്ലുവിളിയാകും ഉയർത്തുക. ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് ഇറാഖ് കൂടി വലിച്ചിഴക്കപ്പെടാനും സാധ്യതയുണ്ട്. ഖുർഷിദ് ഫ്രീഡം പാർട്ടിയിലെ ഏതാനും സായുധ പോരാളികൾ ഇറാൻ അതിർത്തിയിലെ സുലൈമാനിയ പ്രവേശത്തിലേക്ക് കുർദിഷ് ഫ്രീഡം പാർട്ടിയിലെ ഏതാനും സായുധ പോരാളികൾ ഇറാൻ അതിർത്തിയിലെ സുലൈമാനിയ പ്രവിശ്യയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഖലീൽ നിദിരി വ്യക്തമാക്കിയത്. അവിടെ അവർ സജ്ജമായി നിലകൊള്ളുന്നുണ്ട് എന്നും ഇറാഖിലെ അർദ്ധ സ്വയംഭരണ കുർദിഷ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് PAK. ഇറാനിലെ കുർദിഷ് സംഘങ്ങൾ ആയുധം നൽകുന്ന കാര്യം ട്രംപ് സർക്കാർ പരിഗണിക്കുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഏതെങ്കിലും പ്രത്യേക സംഘത്തിന് ആയുധം നൽകുക US-ന്റെ ഉദ്ദേശമല്ല എന്നാണ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നത്. ഇറാനിലെയും ഇറാഖിലെയും കുർദിഷ് സംഘങ്ങൾ യുദ്ധത്തിൽ പങ്കാളികളായാൽ കരയിൽ പോരിനിറങ്ങുന്ന ആദ്യ സംഘമാകും അവർ. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോരാടാനിറങ്ങി പരിചയമുണ്ട് കുർദിഷ് സംഘങ്ങൾക്ക്. അതിനിടെ അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇറാനിൽ കടക്കാൻ തങ്ങളുടെ സായുധ സംഘം സജ്ജമാണ് എന്ന് മറ്റൊരു കുർദിഷ് സംഘമായ കൊമലയിലെ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇറാനിലെ ഇപ്പോഴത്തെ മതഭരണകൂടത്തിനെതിരെ അതിനു മുമ്പുണ്ടായിരുന്ന ഷാ ഭരണകൂടത്തിനെതിരെയും കുർദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഷാ ഭരണകൂടം അരുകുവൽക്കരിക്കുകയും അടിച്ചമർത്തുകയും ചെയ്തതിനെതിരെയാണ് കുർദികൾ അന്ന് പോരിനിറങ്ങിയത്. ഇസ്ലാമിക് ഭരണകൂടവും കുർദികളെ അടിച്ചമർത്തുകയും അവരുടെ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും തകർക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇറാനെതിരായ ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈന്യം ഏറെ മുന്നിലാണ് എന്ന ഇറാന്റെ വ്യോമ നാവിക പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനകം തകർത്തു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാന്റെ 24 കപ്പലുകൾ തകർത്തു എന്ന് ട്രംപ് പറഞ്ഞു വരുന്നു. അതായത് വേണ്ടി വന്നാൽ അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറാകും എന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയത്. അതായത് ട്രംപുമായി യാതൊരുവിധ ഒത്തുതീർപ്പിനുമില്ല. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി എന്നിവിടങ്ങളിലെ ആക്രമണം ശക്തമാണ്. ഇസ്രായേലിലെ ടെൽ അവീവിലും ആക്രമണം ഉണ്ടായിരുന്നു. കരയുദ്ധത്തിൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് ഇറാനാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്ക കരയുദ്ധത്തിനായി വരണം, നല്ലോണം പകവീട്ടാൻ കാത്തിരിക്കുകയാണ്, അവസരം കാത്തിരിക്കുകയാണ് ഇറാൻ. കരയുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തെ ഇല്ലാതാക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇക്കാര്യം വിദേശകാര്യമന്ത്രി, അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇറാനിയൻ സൈന്യം ഏതെങ്കിലും US കര ആക്രമണത്തിനായി കാത്തിരിക്കുകയാണ് എന്ന ഇറാന്റെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയതിന് പകരം ചോദിക്കുമെന്നാണ് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അഴിമതിക്കാരായ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കുമെന്നാണ് അലി ലാരിജാനി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ ഏകദേശം 1230 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന കാര്യവും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.